വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വി വിൽ കണ്ടിന്യൂ ദാറ്റ്. അപ്പം 8 ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റം ഹാസ് ടു ചാർജസ് QA which is given as 2.5 into 10 power minus 7 coulomb and QB which is given as minus 2.5 into 10 power minus 7 coulomb located at points A 0 0 minus 15 centimeter and B 0 0 plus 15 centimeter respectively. What are the total charge and electric dipole moment of the system? നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് ചാർജസ് ഉള്ള സിസ്റ്റം ആണ്. അപ്പോൾ ഫസ്റ്റ് ചാർജിനാണ് QA എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 2.5 into 10 power minus 7 കൂളംബ് ആണ്. നമ്മുടെ അടുത്ത ചാർജ് എന്ന് പറയുന്നത് -2.5 into B എന്ന് പറയുന്ന QB എന്ന് പറയുന്ന ചാർജ് -2.5 into 10 power minus 7 കൂളംബ്. അപ്പൊ നോക്കിക്കേ, ഈ QA എന്ന് പറയുന്ന ചാർജ് കിടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റിലാണ് അത് കിടക്കുന്നത്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് ആണ്, അത് XYZ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 0 0 -15 സെന്റിമീറ്റർ. സോ X കോർഡിനേറ്റും Y കോർഡിനേറ്റിലും പോയിന്റ്സ് ഇല്ല. -15 എന്ന് പറഞ്ഞ Z കോർഡിനേറ്റിലാണ് കിടക്കുന്നത്. സോ നമ്മുടെ ചാർജ് QA കിടക്കുന്നത് Z കോർഡിനേറ്റിലാണ്, Z ആക്സിസിലാണ്. അതുപോലെ തന്നെ QB-യുടെയും കൊടുത്തിട്ടുണ്ട്. അതും എന്താണ്, എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള പൊസിഷൻ, QB കിടക്കുന്ന പൊസിഷനാണ് B, ആൻഡ് ദാറ്റ് B is given by 0 0 15 സെന്റിമീറ്റർ. അപ്പം അതും പോസിറ്റീവ് Z ആക്സിസിലും A എന്ന് പറഞ്ഞ നെഗറ്റീവ് Z ആക്സിസിലുമാണ് കിടക്കുന്നത്. Aക്ക് പോസിറ്റീവ് ചാർജും അതേ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷെ ഓപ്പോസിറ്റ്ലി ചാർജാണ് B. സോ ഇപ്പൊ ഇത് നമ്മുടെ എക്സും ഇത് നമ്മുടെ വൈയും ഇത് നമ്മുടെ Z കോർഡിനേറ്റും ആണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതാണ് സെഡിന്റെ പോസിറ്റീവ് Z കോർഡിനേറ്റ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ നെഗറ്റീവ് Z കോർഡിനേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് Z ആക്സിസ് ഇങ്ങോട്ടാണ് പോകുന്നത്. ദിസ് ഇസ് ദ നെഗറ്റീവ് Z. അപ്പൊ നമ്മുടെ പോസിറ്റീവ് Z ആക്സിസിൽ കിടക്കുന്ന ആളെന്ന് പറയുന്നത് QB എന്ന് പറയുന്ന ചാർജ് ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെന്റിമീറ്റർ. ഈ പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് 15 സെന്റിമീറ്റർ. ആൻഡ് നെഗറ്റീവ് Z ആക്സിസിൽ കിടക്കുന്ന ആളാണ് QA, ആൻഡ് അത് കിടക്കുന്നത് -15 സെന്റിമീറ്ററിലാണ്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് സിസ്റ്റം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ടോട്ടൽ ചാർജ്. ഏത് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ ചാർജസ് ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സ്കെയിലേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മുടെ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഓഫ് ഓൺലി 2 ചാർജസ് QA ആൻഡ് QB. അപ്പൊ സിംപ്ലി അത് QA ആൻഡ് QB ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് കിട്ടും. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഇസ് ജസ്റ്റ് ദ സം ഓഫ് QA ആൻഡ് QB. സോ 2.5 into 10 power minus 7 കൂളംബും അതേ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ്ലി ചാർജ് ആയിട്ടുള്ള ഒരാളും കൂടെ വരുന്നത്. അത് +5 -5 കൂടെ ആഡ് ചെയ്ത് 0 കിട്ടുന്ന പോലെ ഇവിടെ എന്താണ്, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള നെഗറ്റീവ് ഓപ്പോസിറ്റ്ലി ചാർജസ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ 0. സോ ദാറ്റ് ഇസ് 0. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഇപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് P ആണ്. P എന്ന് പറയുന്നത് P is given by Q into D. Electric dipole moment of the system. That is represented by P and that is given by Q into D. Q എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, എന്നിട്ട് ആ മറ്റേ ചാർജുമായിട്ടുള്ള അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഇസ് D. ഇവിടുത്തെ D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജ്. സോറി. അപ്പൊ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് എത്രയാണെന്ന് നോക്കാം. സോ നോക്കിക്കോ, ഒരാള് ഇവിടെ കിടക്കുന്നു, മറ്റേ ആൾ ഇവിടെ കിടക്കുന്നു. സോ ഇപ്പം ബിയും എയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു പോയിന്റ്സ് ആയിരുന്നു. ഒരാൾ 15 സെന്റിമീറ്ററിൽ കിടക്കുന്നു. അതിന്റെ ജസ്റ്റ് നമ്മൾ 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് കിട്ടും. സോ ഒരെണ്ണം പറഞ്ഞാൽ +15 സെന്റിമീറ്ററും അടുത്തത് -15 സെന്റിമീറ്റർ ആണ്. സോ 15 -15 എന്ന് പറഞ്ഞാൽ 13 സെന്റിമീറ്റർ വരും. ഇനി ഇതിനെ നമ്മൾ എപ്പോഴും മീറ്ററിലാക്കി കൺവേർട്ട് ചെയ്യാൻ 30/100 ചെയ്യുക. സോ ഇറ്റ് വിൽ ഗിവ് യു 0.3 മീറ്റർ. സോ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് എന്തായി? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് Q into D. Q എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചാർജ് എടുക്കാം, നമുക്ക് പോസിറ്റീവ് ചാർജ് എടുക്കാം. 2.5 into 10 power minus 7 കൂളം ഇൻറ്റു
0.3. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് 7.5 ഇൻറ്റു 10⁻⁻8 കൂളംബ് മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എപ്പോഴും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ് ആണ് എപ്പോഴും എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ ബി അലോങ് പോസിറ്റീവ് ചാർജ് എവിടെ കിടക്കുന്നത്? ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റും ഈ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റും ആണ്. സോ ഇറ്റ് വിൽ ബി അലോങ് ബി എ. അതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 9th problem. An electric dipole moment with dipole moment 4 into 10⁻⁻9 coulomb meter is aligned at 30 degrees with the direction of uniform electric field of magnitude 5 into 10⁻4 Newton per coulomb. Calculate the magnitude of torque acting on the dipole. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ, അതിൻ്റെ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട് 4 into 10⁻⁻9 കൂളംബ്. അതെന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 5 into 10⁻4. അത് പി ഇയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് 30 ഡിഗ്രി. ഓക്കെ, പി ഇയുമായിട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, പി ക്രോസ് ഇ അഥവാ പി സൈൻ തീറ്റ. സോ എല്ലാം ഇവിടെ ഓൾ ക്വാണ്ടിറ്റീസ് ആർ ഗിവൺ. ലൈക്ക് പി എന്ന് പറഞ്ഞാൽ 4 into 10⁻⁻9, ഇ എന്ന് പറയുന്നത് 5 into 10⁻4, സൈൻ 30. ഓക്കെ, സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഇറ്റ് ആസ് 10⁻⁻4 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ദിസ് ഇസ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 10th question. A polythene piece rubbed with wool is found to have a negative charge of 3 into 10⁻⁻4 coulomb. ഒരു പോളിത്തീൻ പീസ് ഒരു വൂളുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പോൾ പോളിത്തീൻ പീസിന് കിട്ടിയ ചാർജ്, പോളിത്തീൻ പീസിന്റെ ചാർജ് ആണ് എന്ത്? ദാറ്റ് ഇസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. -3 into 10⁻⁻7 കൂളംബ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വിച്ച് ടു വിച്ച്. എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് ഈ റബ്ബിങ്ങിൽ ട്രാൻസ്ഫർ ആയത് എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ഫ്രം വിച്ച് ടു വിച്ച്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം പോളിത്തീൻ പീസിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് വൂൾ ഈസ് ഹാവിംഗ് ദ പോസിറ്റീവ് ചാർജ്. വൂളിനാണ് പോസിറ്റീവ് ചാർജ് ഓഫ് 3 into 10⁻⁻7 കൂളംബ് ഉണ്ടാവുന്നത്. അപ്പം ചാർജ് ട്രാൻസ്ഫറൻസ് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം wool to polythene. ഓക്കെ, ഇനി എത്രമാത്രം ചാർജ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. വി നോ ദാറ്റ് ചാർജും എത്രമാത്രം ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്നുണ്ട്. അപ്പം നമുക്ക് ചാർജും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഒരു റിലേഷൻ അറിയാം. അത് ചാർജ് വിച്ച് ഈസ് ചാർജ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യൂ. ദാറ്റ് ഈസ് ഗിവൺ ആസ് NE എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. Q is equal to NE. ഇവിടുത്തെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആൻഡ് E ഈസ് ദ ചാർജ് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ദാറ്റ് ഈസ് N. N എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ Q/E. അപ്പം ചാർജ് എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്ത് ഓരോ ബോഡിയും അക്വയർ ചെയ്ത് ചാർജ് എന്ന് പറഞ്ഞാൽ 3 into 10⁻⁻7 ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ഈച്ച് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19 കൂളംബ്. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 into 10⁻12 ഇലക്ട്രോൺസ് കിട്ടും. ഇത്രയും ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ആയത്. ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഈ റബ്ബിങ്ങിൽ വൂളിന്റെ എന്തെങ്കിലും മാസും പോളിത്തീൻ ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് മാസ്, ഒരു മാസ് ട്രാൻസ്ഫറൻസും ഈ പ്രോസസ്സിൽ ഫ്രം വൂൾ ടു പോളിത്തീൻ നടന്നിട്ടുണ്ടെന്നാണ്. ഒബ്വിയസ്ലി തീർച്ചയായിട്ടും ഒരു മാസ് ട്രാൻസ്ഫറൻസും നടന്നിട്ടുണ്ടാവും. ബിക്കോസ് ഇത്ര ഇലക്ട്രോൺസ് ആണ്, അതായത് 2 into 10⁻12 ഇലക്ട്രോൺസ് വൂളിൽ നിന്നും പോളിത്തീനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അത്രയും മാസ് ഓഫ് ദ ഇലക്ട്രോൺസ് ആണല്ലോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കും. ബട്ട് നെഗ്ലിജിബിൾ ആണെങ്കിലും
അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. അപ്പം നെഗ്ലിജിബിൾ മാസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ, ഇത്രയും ഇലക്ട്രോൺ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഇത്രയാന്ന് നോക്കിയാൽ മതി. ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രോൺ ഇൻറ്റു ഓരോ ഇലക്ട്രോണിൻ്റെയും മാസ്. ഇത് വെച്ചിട്ട് എത്ര മാസാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് മനസ്സിലാവും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇപ്പോൾ കണ്ടു 2 × 10⁻12 ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ 9.11 × 10⁻−31. So 2 point this workout ചെയ്യുമ്പോൾ 2 × 10⁻−18 കിലോഗ്രാം വരും. സോ ഇത്രയും മാസാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫിഗർ 1.33 ഷോസ്, 1.33 ഈ ഫിഗർ ആണ് കേട്ടോ. ഷോസ് ട്രാക്സ് ഓഫ് 3 ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന 3 ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ട്രാക്കാണ്, അതിൻ്റെ ഡയറക്ഷൻ, മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേരെ വന്ന് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വന്ന് ഇങ്ങോട്ട് ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ആയി. സെക്കൻഡ് ഏകദേശം അതുപോലെ തന്നെ, പക്ഷെ ഡിഫ്ലക്ഷൻ കുറച്ച് കുറവാണ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഭാഗത്തേക്കാണ് വന്ന് ഡിഫ്ലക്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് അവരുടെ പാത്ത് ചേഞ്ച് ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ. ഇത് സൈൻസ് ഓഫ് 3 ചാർജ് എന്നാണ്. ഈ 1, 2, 3 എന്നുള്ള ഈ 3 ചാർജ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ആണല്ലോ എത്താന്നിരിക്കുന്നത്, പാത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ 1, 2, 3 എന്ന് പറയുന്ന ഈ ചാർജ് പാർട്ടിക്കിളിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹൈസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി പോസിറ്റീവ് ചാർജിലേക്ക് വന്നിരിക്കുന്നതാണ് 1 ഉം 2. ഇത് ഡെഫിനറ്റ്ലി 1 ഉം 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആൻഡ് നെഗറ്റീവ് ചാർജിലേക്ക് അട്രാക്ട് ആവുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് 3 വിൽ ബി ഡെഫിനറ്റ്ലി പോസിറ്റീവ്ലി ചാർജ്. സോ 1 ഉം 2 ഉം നെഗറ്റീവ്ലി ചാർജ്ഡ്. അത് രണ്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് 3 എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ടിക്കിൾ. വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹൈസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ എന്നുള്ളതാണ്. ഇനി ചാർജ് ടു മാസ് റേഷ്യോ കൂടുതൽ ഏതാന്നുള്ളതാണ്. അതായത് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ എത്രമാത്രം ഡിഫ്ലക്ഷൻ ആണ് എന്നുള്ളത്. എത്ര കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും അതിന് ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ട്. അപ്പൊ ഡിഫ്ലക്ഷൻ ഏതിനാണ് കൂടുതലുള്ളതെന്ന് നോക്കിയാൽ മതി. ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏറ്റവും അധികം ആ പാത്ത് ചേഞ്ച് വന്നിരിക്കുന്നത്, മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ചെരിവൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ തേർഡ് പാർട്ടിക്കിളാണ്. അതിനാണ് ഏറ്റവും ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും highest charge to mass ratio. Okay, so the amount of deflection by charge in an electrostatic field is a measure of charge to mass ratio. The deflection of third particle is maximum. The deflection of third particle is maximum. Hence it has the largest charge to mass ratio. Okay, that's it. Next നോക്കാം. Next problem എന്ന് പറയുന്നത് 12th problem. So consider a uniform electric field. ഈ electric field ഇത് uniform electric field ആണ്. That is given by 3 × 10⁻³ I cap Newton per Coulomb ആണ്. So I cap is the unit vector along the x-axis. So electric field എന്ന് പറയുന്നത് it is along the x-axis. What is the flux of, രണ്ട് questions ആണുള്ളത്. First question, what is the flux of this field through a square of 10 cm on a side whose plane is parallel to the YZ plane? Okay, അപ്പം നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 cm ആണ്. ആൻഡ് ദാറ്റ് ഹൂസ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ YZ പ്ലെയിൻ. അപ്പം YZ പ്ലെയിനിലാണ് പാരലൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ Y ആക്സിസ്.
സോ പ്ലെയിൻ അത് അലോങ് ഇറ്റ് ഇസ് ലൈങ് അലോങ് ദ YZ പ്ലെയിൻ, ലൈങ് പാരലൽ ടു ദ YZ പ്ലെയിൻ എന്ന് പറയുമ്പം നമ്മൾ ഈ YZ പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ആണ് അല്ലെ? YZ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. സോ ബേസിക്കലി നമ്മൾക്ക് ചോദിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ഫ്ലക്സ് ത്രൂ ദ സെയിം, വാട്ട് ഇസ് ദ ഫ്ലക്സ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ ഫൈ ഇസ് ഈക്വൽ ടു E.A ആണ്. അപ്പം നമ്മളുടെ ഈ പ്ലെയിൻ, ഈ സ്ക്വയർ എന്ന് പറയുന്ന YZ പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ക്വയറിന്റെ ഏരിയ എലമെന്റ് ഡയറക്ഷൻ നോക്കണം. ബിക്കോസ് ഇവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ E.A ആണ്. ഹിയർ എ എന്ന് പറയുന്നത് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. അത് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏരിയ ഓഫ് ദ സ്ക്വയർ വിച്ച് ഇസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണല്ലോ, 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് 100 സെന്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാം, നമുക്ക് മീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ഡിവൈഡ് ഇറ്റ് ബൈ again 100 into 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ഇറ്റ് as 0.01 മീറ്റർ സ്ക്വയർ. പക്ഷേ സോ ദാറ്റ് ഇസ് EA cos തീറ്റ. അപ്പൊ നമുക്ക് ഈ തീറ്റ എത്രയാണെന്ന് വേണം. വി നീഡ് ദ തീറ്റ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഈ എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ സ്ക്വയറിന്റെ പ്ലെയിൻ പാരലൽ ടു YZ പ്ലെയിൻ ആണെന്ന് തന്നിരിക്കുന്നത്. അത് നമുക്കൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. സോ ഏരിയ എലമെന്റ് എന്ന് പറയാം, ഏരിയ എലമെന്റിന്റെ ഡയറക്ഷൻ ഓഫ് ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് നോർമൽ ആണ്. ഔട്ട്വേർഡ് നോർമൽ. ഓക്കെ, സോ ഈ കേസിൽ നോർമൽ ടു, നമ്മളൊരു YZ പ്ലെയിനിന്റെ നോർമൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ നോർമൽ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ലൈ അലോങ് ദ എക്സ് ആക്സിസ്. സോ നോക്കിക്കേ, നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും എക്സ് ആക്സിസിലാണ്, നമ്മളുടെ ഏരിയ എലമെന്റും എക്സ് ആക്സിസിലാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു EA cos 0. cos 0 1 ആണ്. സോ ജസ്റ്റ് E into A എടുത്താൽ മതി. സോ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 3 into 10 cube ആൻഡ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 0.01 മീറ്റർ സ്ക്വയർ. സോ നമുക്ക് ഇത് കിട്ടും 30 എന്ന് കിട്ടും. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ്. സോ ദിസ് ഇസ് ഫ്ലക്സ്. ഇനി നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ബി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് ദ നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ മേക്സ് എ 60° ആംഗിൾ വിത്ത് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് ആ പ്ലെയിനിന്റെ നോർമൽ ഒരു 60° ആംഗിൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇതേ സ്ക്വയറിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്ന്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്, ആംഗിൾ ഇഫ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ആംഗിൾ ഇസ് 60° അല്ലെ? 60° ആണ്. 60° ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു EA cos 60 എടുക്കണം. സോ E എന്ന് പറയുന്നത് 3 into 10 cube ആൻഡ് A എന്ന് പറയുന്നത് 0.01 ആൻഡ് cos 60. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 15 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത 13 ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലക്സ് ഓഫ് ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എക്സസൈസ് 1.15 ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് 20 centimeter oriented so that its faces are parallel to the coordinate planes. നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന അതേ ക്വസ്റ്റ്യനിലെ അതേ ഇലക്ട്രിക് ഫീൽഡ്, ബട്ട് ദിസ് ടൈം ആ സ്ക്വയറിന് പകരം അവിടെ ഒരു ക്യൂബാണ്. ആ ക്യൂബിന്റെ സൈഡ് ലെങ്ത് 20 centimeter ആണ്. സോ ദാറ്റ് ഇറ്റ്സ് ഫേസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻ. ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻസ്. സോ ദാറ്റ് ഫേസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻ. അതായത് നമ്മുടെ YZ പ്ലെയിനിൽ തന്നെ പാരലൽ ആണ് അതിന്റെ ഫേസസ്. സോ ഇഫ് യു ഹാവ് എ ക്യൂബ്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഇത് എക്സ് ആക്സിസും ഇത് നമ്മളുടെ Y ആക്സിസും ഇത് നമ്മളെ Z ആക്സിസും ആണെങ്കിൽ ഫേസസ് ആർ ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് ഓറിയന്റഡ് സോ ദാറ്റ് ഫേസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഫ്ലക്സ് ത്രൂ ദിസ് ക്യൂബ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കുക. അപ്പം നമ്മൾ ഔട്ട്വേർഡ് നോർമൽ, അതായത് നമ്മളിപ്പം ഈ ഭാഗത്തിന്റെ അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇവിടേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഓക്കെ, ഇവിടേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ.
അപ്പോൾ ബേസിക്കലി നമുക്ക് ഫ്ലക്സ് വരുന്നതും എന്താണ്, ഇവിടെ മാത്രമേ ഫ്ലക്സ് വരുള്ളൂ. എനിവേ, സോ ദാറ്റ് ഇറ്റ്സ് ഫേസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ഒരു പ്ലെയിനിൽ, അത് നമ്മുടെ ഈ YZ പ്ലെയിനിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ എക്സ് ആക്സിന്റെ ഇവിടെ മാത്രമേ ഫ്ലക്സ് വരുള്ളൂ. ഇനി അവിടുത്തെ കാര്യം തന്നെ നോക്കുക. ഇവിടെ എന്ന് പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂടെ കയറുന്നത് ഒരെണ്ണം എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലും, ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി നമ്മൾ ഫേസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം 2 ഫേസ് ആണുള്ളത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ദാറ്റ് മീൻസ് ഈ എത്രമാത്രം ഫീൽഡ് ലൈൻസ് ആണോ ഇതിന്റെ ഒരു ഫേസിലൂടെ കയറുന്നത്, അത്രമാത്രം ഫീൽഡ് ലൈൻസ് ഇതിന്റെ മറ്റേ ഫേസിലൂടെ പോകുന്നതാണ്. സോ നെറ്റ് ഫ്ലക്സ് വിൽ ബി 0. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ചിന്തിക്കാം നെറ്റ് ഫ്ലക്സ് വിൽ ബി 0 ബിക്കോസ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഫേസിലൂടെ പോകുന്ന എൻട്രി ചെയ്യുന്ന ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫേസിലൂടെ എക്സിറ്റീവ് ആണ്. അതാണ് അതിന്റെ റീസൺ. ബിക്കോസ് ദ നമ്പർ ഓഫ് ലൈൻസ് entering the cube is the same as the number of lines leaving the cube. Okay, that's it. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Careful measurement of the electric field at the surface of a black box indicates that net outward flux through the surface of the box is 8 into 10 cube Newton meter square per coulomb. ഒരു ബ്ലാക്ക് ബോക്സിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നോക്കിയപ്പം അതിൽ നിന്ന് മനസ്സിലായി ആ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്, ദറ്റ് ഈസ് നെറ്റ് ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ് എന്ന് പറയുന്നത് 8 into 10 cube Newton മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ്. 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ചാർജ് ആണ് ആ ബോക്സിന്റെ അകത്തുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗോസ് ലോ വി ഹാവ് ഫ്ലക്സ് വിച്ച് ഈസ് ഗിവൺ ആസ് number of charges inside, charge enclosed in that surface divided by epsilon naught. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചാർജ് ഇൻസൈഡ്, നെറ്റ് ചാർജ്, നമ്മുടെ ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ആണ്. സോ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് ആൻഡ് അതിൻ്റെ സർഫസ് ദറ്റ് ഇസ് ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ 5 into epsilon naught. ഫ്ലക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്ലക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദറ്റ് ഇസ് 8 into 10 cube and epsilon naught value നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് 8.85 into 10 power minus 12. സോ ഇത് ചെയ്യുമ്പം ആൻസർ കിട്ടും 0.07 മൈക്രോ കൂളംബ് വന്നിട്ട് ഇൻറ്റു 10 power minus 6 കൂളംബ് ആണ്. സോ യു കുഡ് റൈറ്റ് ഇറ്റ് ആസ് 0.07 മൈക്രോ കൂളംബ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇഫ് ദ ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ്, നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ദ ബോക്സ് വേർ 0. A net outward flux is 0 ആണെങ്കിൽ could you conclude that there were no charge inside the box? Why or why not? സപ്പോസ് ഇപ്പം നെറ്റ് ഫ്ലക്സ്, നമ്മുടെ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ ബോക്സ് 0 ആവുകയെന്ന് വിചാരിക്കുക. ത്രൂ ദ ബോക്സ് ഇഫ് ദാറ്റ് ഇസ് 0, ഓക്കെ, അതിൻ്റെ സർഫസിലൂടെയുള്ള നെറ്റ് അത് 0 ആണെങ്കിൽ ഈ ബോക്സിൻ്റെ അകത്ത് ചാർജ് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നെറ്റ് ഫ്ലക്സ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അർത്ഥം നെറ്റ് ചാർജ് ഇൻസൈഡ് ഈ 0 എന്ന് തന്നെയാണ്. പക്ഷെ നെറ്റ് ചാർജ് 0 ആണ് എന്നുള്ളത് കൊണ്ട് we couldn't say that there were no charges inside the box എന്ന് പറയാൻ പറ്റില്ല. So could you conclude? We cannot conclude that there were no charges inside because ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ കണ്ടപോലെ ചാർജസ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ആണ്. അപ്പം പ്ലസ് ചാർജും മൈനസ് ചാർജും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആവും. ദാറ്റ് മീൻസ് നെറ്റ് ചാർജ് 0 ആവും. ഓക്കെ, സോ വി കനോട്ട് കൺക്ലൂഡ് ദാറ്റ് ദർ വർ നോ ചാർജസ് ഇൻസൈഡ് ദ ബോക്സ് ആസ് ദർ കുഡ് ബി equal amount of positive and negative charge which adds to the net charge of 0. Okay, that's it. അപ്പം ബാക്കിയുള്ള റിമൈനിങ് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.